ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ദേശീയ പണമുടക്കിൽ വലഞ്ഞ ജനങ്ങൾ. നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു. മലപ്പുറം നിലമ്പൂർ KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി. ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൗണിലും വലത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. നിരവധി പേർ 2 മാർച്ചുകളിലായി പങ്കെടുത്തു. എടക്കര, ചുങ്കത്ര, ചാലിയാർ, വഴിക്കടവ്, അമരമ്പലം, കരുളായി, മൂത്തേടം, പോത്തുകൽ എന്നിവിടങ്ങളിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് നിലമ്പൂരിലെ ജനജീവിതത്തെയും ബാധിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് KSRTC നടത്തിയ സർവീസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് എതിർപ്പ് മറികടന്ന് സർവീസ് നടത്തി. ഇത് ജനങ്ങൾക്ക് ഏറെ സഹായകമായി. തുറന്നു പ്രവർത്തിച്ച പൊതുമേഖലാ ബാങ്കുകൾ സമരക്കാർ ബലമായി ഇടപെട്ട് അടപ്പിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഏതാനും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട്. ഇന്നലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചനാ പണിമുടക്കിന് പുറമെ ഇന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതുപണിമുടക്ക് കൂടി വന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കി. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രകടനം നടത്തും. ദേശീയ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നാമം മാത്രമാണെങ്കിലും സംസ്ഥാനത്ത് ഏതാണ്ട് പൂർണ്ണമാണ്. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്നും പോലീസ് സംരക്ഷണത്തിൽ ഏതാനും സർവീസുകൾ നടത്തി. KSRTC സർവീസുകൾ നടത്താൻ നിലമ്പൂരിലും പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട്. സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ജോലിക്ക് ഹാജരാക്കാത്തവർക്ക് ഇന്ന് ശമ്പളം ലഭിക്കില്ല. 4 ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിൽ സമയം 8 മണിക്കൂറായി നിലനിർത്തുക, മിനിമം ശമ്പളം 9,000 രൂപയാക്കുക തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിലവിലെ 4 ലേബർ കാർഡുകൾ തൊഴിലാളികൾക്ക് ഏറെ ദോഷം ചെയ്യുന്നതാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.